നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പ്രമേഹം അഥവാ ഡയബറ്റിക്. പ്രമേഹം വന്നാൽ പിന്നെ മരണം വരെ മരുന്ന് കഴിക്കണം, ഒന്നും കഴിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള പേടി പലർക്കുമുണ്ട്. എന്നാൽ ശരിയായ അറിവും കൃത്യമായ ജീവിതശൈലിയും ഉണ്ടെങ്കിൽ പ്രമേഹത്തെ നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നൊന്ന് നോക്കിയാലോ? ഭക്ഷണത്തിൽ എന്ത് മാറ്റം വരുത്തണം നമുക്ക് നോക്കാം. പലപ്പോഴും രക്തം പരിശോധിക്കുമ്പോഴായിരിക്കും നമ്മൾ പ്രമേഹമുണ്ടെന്ന് തന്നെ അറിയുന്നത്. എങ്കിലും ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണം. അമിതമായ ദാഹം, അതുപോലെ തന്നെ വിശപ്പ്, എത്ര വെള്ളം കുടിച്ചാലും മാറാത്ത ദാഹം, അടിക്കടിയുള്ള മൂത്രശങ്ക, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ, ക്ഷീണം, എപ്പോഴും അനുഭവപ്പെടുന്ന തളർച്ച, മുറിവുകൾ ഉണങ്ങാൻ താമസം, ചെറിയ മുറിവുകൾ പോലും ഉണങ്ങാൻ ഒരുപാട് ദിവസമെടുക്കുന്നത് ഒരുപക്ഷെ പ്രമേഹത്തിന്റെ ലക്ഷണമാകാം. അതുപോലെ തന്നെയാണ് കാഴ്ച മങ്ങൽ, പെട്ടെന്നുണ്ടാകുന്ന കാഴ്ച വ്യത്യാസങ്ങൾ. നമുക്ക് ഭക്ഷണക്രമം ഒന്ന് നോക്കിയാലോ? പ്രമേഹ നിയന്ത്രണത്തിൽ 70% പങ്കും ഭക്ഷണത്തിനാണ്. ഇത് പട്ടിണി കിടക്കലല്ല, മറിച്ച് ശരിയായ ഭക്ഷണം തിരഞ്ഞെടുക്കലാണ്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, വെള്ള അരിക്ക് പകരം തവിടുള്ള അരി കഴിക്കുക. ഓട്സ്, ഗോതമ്പ്, റാഗി എന്നിവ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നാരുകൾ കൂടുതൽ കഴിക്കുക, ധാരാളം പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയും. അതുപോലെ തന്നെയാണ് മധുരം ഒഴിവാക്കുക. പഞ്ചസാര, ശർക്കര, കൃത്രിമ മധുരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ പപ്പായ, പേരയ്ക്ക, ആപ്പിൾ എന്നിവ മിതമായ അളവിൽ കഴിക്കാം. എന്നാൽ മാമ്പഴം, ചക്ക, കൈതച്ചക്ക എന്നിവ കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെയാണ് വ്യായാമവും. മരുന്നിനോടൊപ്പം തന്നെ പ്രധാനമാണ് വ്യായാമവും. ദിവസവും നടക്കുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് വേഗത്തിലുള്ള നടത്തം ശീലമാക്കുക. ഇത് ശരീരത്തിലെ ഇൻസുലിൻ കൃത്യമായി പ്രവർത്തിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് ശരീരഭാരം കുറയ്ക്കുക എന്നത്. അമിതഭാരം നിയന്ത്രിക്കുന്നത് പ്രമേഹത്തെ പകുതിയോളം കുറയ്ക്കാൻ സഹായിക്കും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. സ്ട്രെസ് കൂടുമ്പോൾ ശരീരത്തിലെ ഷുഗർ ലെവല് ധാരാളം കൂടും. അതിനാൽ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് നല്ലതാണ്. പ്രമേഹം ഒരു രോഗമല്ല, മറിച്ച് ഒരു രോഗാവസ്ഥയാണ്. കൃത്യമായ ഇടവേളകളിൽ രക്തം പരിശോധിക്കാനും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കാനും ശ്രദ്ധിക്കുക. എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ 55 വർഷം ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു, ഡയബറ്റിക് ഉള്ള ആളായിരുന്നു. 55 അല്ല, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വർഷവും ആഹാര നിയന്ത്രണത്തിലൂടെയാണ് അച്ഛൻ ഷുഗർ കൺട്രോൾ ചെയ്തു പോയത്. ഇപ്പം ഒരു 7 മാസം 8 മാസം ആയതേയുള്ള അച്ഛൻ മരിച്ചിട്ട്. ഇത്രയും നാളും ഈ 55-56 വർഷം 91 വയസ്സോളം ഉണ്ടായിരുന്നു അച്ഛൻ മരിക്കുമ്പോൾ. അച്ഛൻ ആഹാരം കൺട്രോൾ ചെയ്താണ് അച്ഛൻ ഡയബറ്റിക് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. നല്ലപോലെ ആഹാരം, എന്നാൽ ആവശ്യമുള്ള ആഹാരങ്ങൾ കഴിക്കുക. ചോറ് വളരെ കുറയ്ക്കുക, പച്ചക്കറി നന്നായിട്ട് കഴിക്കുമായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ കൺട്രോൾ ചെയ്തത്. അതിന് സഹായിച്ചത് അമ്മയായിരുന്നു അച്ഛൻ്റെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്, നമുക്ക് ആഹാര നിയന്ത്രണത്തിൽ കൂടി നമുക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്തു പോകാൻ പറ്റും. ജീവിച്ചിരുന്ന ഒരു ഉദാഹരണമാണത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു.